വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ഇഫ്താറൊന്നും ഒരു കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. കട്ട്ലറ്റ് നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് ഇത്തിരി ഡിഫറെൻ്റാണ്. അതായത് വലിയ ഹെവി ഫ്ലേവേഴ്സൊന്നും ഇല്ലാതെ അങ്ങനെ കുത്തുന്ന മസാലകളൊന്നും ചേർക്കാതെ നല്ല സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ എനിക്കിത് ഈ റെസിപ്പി കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലക്ഷ്മി നായരുടെ റെസിപ്പിയാണിത്. അപ്പോൾ റെസിപ്പി നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് അതിൻ്റെ മെത്തേഡ്സൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് വലിയ 2 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അത് ചതച്ചെടുക്കണം, നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ലക്ഷ്മി മാമിൻ്റെ വീഡിയോയിൽ അത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഗ്രൈൻഡായിട്ട് കിട്ടണം എന്ന് തോന്നിയതുകൊണ്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് കുറച്ചും കൂടി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വലിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്താണ് ഇത്. ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ചിക്കൻ വേവിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും. അപ്പോൾ അത്യാവശ്യം നല്ല കുരുമുളക് പൊടി ഇടുക. നമ്മൾ വേറെ ഒരുപാട് മുളക് പൊടി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്ലഷ് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എല്ലിൽ നിന്ന് വേർപ്പെടുത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ ഒരു പാനോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ പേസ്റ്റ്, അതായത് പച്ചമുളകും ഇഞ്ചിയും നമ്മൾ അരച്ചെടുത്തില്ലേ, ആ പേസ്റ്റ് എടുത്തിട്ട് അതാണ് ആദ്യം മൂപ്പിച്ച് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് വഴന്ന ശേഷം നമ്മളതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, നമ്മൾ മറ്റു മസാലപ്പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഗരം മസാല പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു പരുവമായി കിട്ടണം. നമ്മൾ നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് നല്ല സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് റെഡിയായി വരണം. അപ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുക. പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങും ചേർത്ത ശേഷം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഹെവി ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും. പിന്നെ അതിൽ എരിവിന് വേണ്ടിയിട്ട് ഈ കുരുമുളക് പൊടി കൂടാതെ പച്ചമുളകും ഇഞ്ചിയാണുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഈ സമയത്തൊക്കെ ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ എരിവും ഉപ്പുമൊക്കെ നല്ല പാകത്തിനാക്കി എടുക്കണം. ഈ സമയത്തൊക്കെ ഏകദേശം നല്ല എരിവ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് ചതയ്ക്കുന്ന സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എണ്ണം കൂട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനും നമ്മൾ പൊടിച്ചെടുത്ത ഉരുളൻകിഴങ്ങും പിന്നെ നമ്മൾ വഴറ്റിയെടുത്ത സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില കുറച്ചധികം ഇരുന്നോട്ടെ, കുറച്ചധികമായിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മല്ലിയില നമുക്ക് കുറച്ചധികം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എരിവും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മൾ പാകത്തിനാക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നല്ല എരിവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത് ഈ സമയത്താണ്. അപ്പോൾ നല്ല എരിവൊക്കെ വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഞാൻ ഈ സമയത്ത് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം. ഒരുപാടങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ കടുത്ത ചൂടൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ കയ്യിലെടുക്കാൻ പാകത്തിനായി കിട്ടിയാൽ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലെടുക്കുന്ന ഒരു പാകത്തിനായിട്ടുണ്ട് മസാലയൊക്കെ. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ പാകത്തിന് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതുപോലെ വലിയ കട്ട്ലറ്റും അല്ല, ഒരുപാട് ചെറുതും അല്ല, ഒരു മീഡിയം സൈസിലുള്ള കട്ട്ലറ്റുകളാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതൊരു 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അളവ് 1 കിലോ ചിക്കനിലേക്കുള്ള അളവിലാണ് ഞാൻ ഇതിലേക്കുള്ള എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കൂട്ടും ഇതേ ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേ ഷേപ്പിൽ ഇതേ വലിപ്പത്തിൽ ഒരു 10-40 കട്ട്ലറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. 40-നടുത്ത് കട്ട്ലറ്റ് നമുക്ക് കിട്ടും. 1 കിലോ ചിക്കന് നമ്മൾ ഇതുപോലെ വലിയ 2 സവാള, അതുപോലെ മീഡിയം സൈസിലുള്ള 4 ഉരുളൻകിഴങ്ങ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എണ്ണം കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട കൂട്ടെന്ന് പറയുന്നത്, ഞാനിത് ഒരു 3 മുട്ടയുടെ വെള്ളയും അതുപോലെ കോൺഫ്ലോറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ മിക്സ് ചെയ്ത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇനി അത് ബ്രെഡ് ക്രംസിലേക്ക് മാറ്റുന്നത്. ഇത് ഫ്രഷ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അതായത് നമ്മൾ കടയിൽ നിന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ട് ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 8-10 ബ്രെഡ്സ് നമുക്ക് മതിയാവും ഇതിലേക്ക്. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ മുക്കിയെടുക്കുക. മുട്ടയുടെ വെള്ളയിൽ മുക്കിയ ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ ലക്ഷ്മി മാം കാണിച്ചാണ് കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഇതിൽ ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പം അങ്ങനെ അതിൻ്റെ പൊടിയൊന്നും വല്ലാണ്ട് എണ്ണയിലേക്ക് ചാടുന്നില്ല. ഇതിപ്പോൾ ഇതിൽ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഇതിൽ പൊക്കവട ഈ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊക്കവടയുടെ റെസിപ്പി ഇടാം. ഇതിപ്പോൾ നല്ല എണ്ണ ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4 എണ്ണം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കട്ട്ലറ്റ് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഇതിൽ മറ്റൊന്ന് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഇങ്ങനെ എണ്ണയിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതേ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ്. പിന്നെ നല്ല കുത്തലുള്ള മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു ക്രാഫ്റ്റോ അല്ലെങ്കിൽ കുക്കിംഗ് റെസിപ്പിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.